അപരന്റെ വേദനകളിലേക്ക് സഹായഹസ്തവുമായി യാത്ര തിരിക്കുമ്പോൾ അപരിഹാര്യമായ അവരുടെ ദുരിതങ്ങളുടെ അളവ് കുറയ്ക്കൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഭൂതവും വർത്തമാനവും ഭാവിയും ദാരിദ്ര്യത്തിനും നിരക്ഷരതയ്ക്കും സമർപ്പിച്ച ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ പരിച്ഛേദം നമ്മുടെ ഭാവനകൾക്കും അപ്പുറത്താണ്. വികസനത്തിന്റെയും വിദ്യാഭ്യാസ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അഭിവൃദ്ധിയുടെയും പതിറ്റാണ്ടുകളുടെ ചരിത്രം മാത്രം പറയാനുള്ള മലബാറിൽ നിന്നും ഉത്തരേന്ത്യയിലെ മുസ്ലിം ഗ്രാമങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രതീക്ഷകൾക്ക് ചിറകുവെക്കാറുണ്ട്. ന്യൂനപക്ഷ അഭിവൃദ്ധിയുടെ മലബാർ മോഡൽ സ്വപ്നം കണ്ടാണ് പലപ്പോഴും ഇത്തരം ഗ്രാമങ്ങളിലെത്താറുള്ളതെങ്കിലും നിജസ്ഥിതിയുടെ ആഴം സ്വപ്നങ്ങളിൽ നിന്നും തീർത്തും അകലെയാണ്. മലബാർ മോഡൽ ഒരു സ്വപ്നമായി അവശേഷിക്കില്ലെന്ന പ്രതീക്ഷകളുടെ യാത്രയായിരുന്നു ബീഹാറിലെ പൂർണിയ, കട്ടിഹാർ ജില്ലകളിലെ മുസ്ലിം ഗ്രാമങ്ങളിലേക്ക് നടത്തിയത്. സമർപ്പിത സേവനത്തിന്റെ മികച്ച മാതൃകകൾ സമ്മാനിച്ച കൽപ്പകഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ സംരംഭവും പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ റഹ്മ സൊസൈറ്റിയും സംയുക്തമായി ശേഖരിച്ച വസ്ത്രങ്ങളുടെ വിതരണമായിരുന്നു യാത്രയുടെ മുഖ്യ ലക്ഷ്യം. വികസനം എത്തിനോക്കിയിട്ടില്ലാത്ത ഈ ഗ്രാമക്കാഴ്ചകൾ ദയനീയമാണ്. നമ്മുടെ സംസ്ഥാന പാതയ്ക്ക് തുല്യമായ റോഡിലൂടെയാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ യാത്ര. മുമ്പിലുള്ള വാഹനം പോലും കാണാൻ കഴിയാത്തത്ര റോഡിന്റെ രൂപം പോലുമില്ലാത്ത ഈ പാതകളുടെ പ്രത്യേകതകളാണ്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ പോലുമില്ലാത്ത മൃഗതുല്യരായി ജീവിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗ്രാമീണരാണ് പൂർണിയ, കട്ടിഹാർ ജില്ലകളിൽ താമസിക്കുന്നത്. നെല്ല്, കടുക്, ഗോതമ്പ്, ചോളം തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള കേവല വരുമാനം കണ്ടെത്തുന്ന ഈ ഗ്രാമീണരുടെ ജീവിത പരിസരം കേരളത്തിലെ ആദിവാസികളെക്കാൾ ദുരിതപൂർണമാണ്. സച്ചാർ സമിതിയുടെ കണ്ടെത്തലുകൾ നമുക്കിവിടങ്ങളിൽ നേരിൽ കാണാം. പൂർണിയ ജില്ലയിലെ ബൈസി, മൗൻപൂർ, ചിമ്നി ബസാർ, ലവാക്, നയാത്തോലോ, ഫുൽബാസ, ഷിക്കാർപൂർ, കട്ടിഹാർ ജില്ലയിലെ ബട്ടാബാടി, ലബഹ ബങ്കർവ എന്നീ ഗ്രാമങ്ങളിലേക്ക് സേവന ദൗത്യവുമായുള്ള യാത്രാചിത്രങ്ങൾ നീറുന്ന നേർക്കാഴ്ചകളാണ്. ദാരിദ്ര്യവും പട്ടിണിയും ശീലമായ ഗ്രാമീണർക്ക് വിദ്യാഭ്യാസ രംഗത്ത് ചെറിയൊരു നേട്ടം പോലും കാണിക്കാനില്ല എന്നത് വിദ്യാഭ്യാസ വളർച്ചയുടെ നെറുകയിലിരിക്കുന്ന നമുക്ക് അത്ഭുതമാണ്. കാലിത്തൊഴുത്തിന് സമാനമായ വിദ്യാഭ്യാസ പരിസരങ്ങളാണ് ഇവർക്കുള്ളത്. അറിവ് പഠിക്കാനുള്ള ഇടങ്ങളെപ്പറ്റി കേട്ടുകേൾവി പോലുമില്ലാത്ത
ഈ ഗ്രാമീണരുടെ വിദ്യാഭ്യാസത്തിനുള്ള ഏക ആശ്രയം മദ്രസ എന്ന പേരിൽ ചാക്കുകൊണ്ട് നിർമ്മിച്ച വൃത്തിഹീനമായ സൗകര്യങ്ങളാണ്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഈ മുസ്ലിം ഗ്രാമങ്ങളിൽ ആകെ ജനസംഖ്യയുടെ 17% പേർക്ക് മാത്രമേ കേവല വിദ്യാഭ്യാസത്തെപ്പറ്റി ബോധ്യമുള്ളൂ. വിഭജനത്തിന്റെ പാപഭാരം പേറേണ്ടി വന്ന ഉത്തരേന്ത്യൻ മുസൽമാന്റെ മുഴുവൻ കെടുതിയും അനുഭവിക്കേണ്ടി വന്ന ഗ്രാമീണരുടെ ജീവിത നിലവാരം വാക്കുകൾക്കതീതമാണ്. നയിക്കാൻ ഒരു നായകനില്ലാതെ, വികസന സ്വപ്നങ്ങൾക്ക് ശക്തി പകരാൻ അധികാരമില്ലാതെ, അഭിമാനിക്കാൻ നേട്ടങ്ങളില്ലാതെ, സുരക്ഷാ കവചമൊരുക്കാൻ രാഷ്ട്രീയ സംവിധാനമില്ലാതെ, ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെപ്പോലെ മൃഗതുല്യരായി ജീവിക്കുകയാണ് ഈ ഗ്രാമീണർ. ഖുർആൻ സംഗീതം പോലെ വായിക്കുന്നതിനപ്പുറത്ത് മതപഠനവും ഇവർക്കിന്നും അന്യമാണ്. ഇവിടെയാണ് നമ്മുടെ ഇടപെടലുകൾക്ക് സാധ്യത തെളിയുന്നത്. ഹബീബ് റഹ്മാൻ നദ്വി എന്ന പ്രദേശവാസിയായ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ശ്രദ്ധേയമായ ഒരു മതപാഠശാല ഇവിടെ നിലവിലുണ്ട്. കട്ടിഹാർ ജില്ലയിലെ മദ്രസത്തുൽ ആയിഷ സിദ്ദീഖ. അംഗവൈകല്യം സംഭവിച്ചിട്ടും നദ്വി സാഹിബ് സ്വന്തം പ്രയത്നത്തിൽ ഇന്നും ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മറ്റും പിരിവെടുത്ത് സ്ഥാപന നടത്തിപ്പിന് വരുമാനം കണ്ടെത്തുന്ന ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ 500ഓളം കുട്ടികൾ നിലവിൽ പഠനം നടത്തുന്നുണ്ട്. ഞങ്ങൾ സന്ദർശിച്ച ഫുൽബാസയ്ക്കടുത്ത് നയോദോളയിലെ മദ്രസ ഇസ്ലാമിയയിലെ കാഴ്ച അതിഭീകരമായിരുന്നു. 500 കുട്ടികൾക്ക് 2 അധ്യാപകർ മാത്രമുള്ള ഈ സ്ഥാപനത്തിൽ 3 അധ്യാപകരെ കൂടി നിയമിക്കാനുള്ള സാമ്പത്തിക സൗകര്യമൊരുക്കാൻ ഇബ്രാഹിം എളേറ്റിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ KMCCയും തണൽ സംരംഭവുമായി ചേർന്ന് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധ്യമായി. ബഗ്ബരിയിലെ മദ്രസത്തുൽ മിസ്ബാഹുൽ ഉലൂമിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പണി പൂർത്തിയാകാത്ത കെട്ടിടങ്ങളും കരളലിയിപ്പിക്കുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങളും വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇത്തരം പാതിവഴിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നാം ഏറ്റെടുത്ത് നവീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായുള്ള പ്രായോഗിക പദ്ധതികൾ നാം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. എന്തിനും മികച്ച മാതൃകകൾ പ്രചോദനമാണ്. വിജയം വരിച്ച അത്തരം മാതൃകകളിലൊന്നാണ് തണലിന്റെ നേതൃത്വത്തിൽ ഷിക്കാർപൂരിൽ പ്രവർത്തിക്കുന്ന അൽമനാർ സ്കൂളും ബായിസിയിൽ സ്ഥാപിച്ച അസ്ലം സ്കൂളും. മലപ്പുറം ജില്ലയേക്കാൾ മുസ്ലിം ജനസംഖ്യയുള്ള ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഗ്രാമീണർക്കിടയിൽ പരിവർത്തനത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മികച്ച സൗകര്യങ്ങൾ ഒരുക്കി, പഠനോപകരണങ്ങളും യൂണിഫോമും നൽകി, യോഗ്യരായ അധ്യാപകരെ നിയമിച്ച് മാതൃകായോഗ്യമായ വിദ്യാഭ്യാസ പരിസരം സൃഷ്ടിക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അസ്ലം സ്കൂളിന്റെയും അൽമനാർ സ്കൂളിന്റെയും മാതൃകയിൽ ഈ ഗ്രാമങ്ങളിൽ ഇനിയും ഒത്തിരി സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട്. കാലിത്തൊഴുത്തിന് സമാനമായ ഓത്തുപള്ളികൾ നാം ഏറ്റെടുത്ത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് അനിവാര്യമായ ഇടപെടലുകൾക്കും പ്രായോഗികമായ വിചാരപ്പെടലുകൾക്കും സുമനസ്സുകളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അനാഥകളെ കിട്ടാത്തതിനാൽ അഗതി മന്ദിരങ്ങളാക്കപ്പെട്ട കേരളത്തിലെ അനാഥ അഗതി മന്ദിരങ്ങൾ സാമ്പത്തികാഭിവൃദ്ധിയിലും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുമ്പോൾ കേരളത്തിൽ 3 മണിക്കൂർ മാത്രം പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട മികച്ച സൗകര്യങ്ങളോടുകൂടിയ 13,000-ലധികം മതപാഠശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. പട്ടിണി മൂലം അറിവ് അന്യം നിന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളും കാഴ്ചകളും പതിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ അഗതികളെയും അനാഥകളെയും
കേരളത്തിലെ അഗതി മന്ദിരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരുടെ നാട്ടിൽ മികച്ച സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സൃഷ്ടിക്കുകയാവും പ്രായോഗികവും ഫലപ്രദവുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊട്ടാര സമാനമായ മസ്ജിദുകളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഗ്രാമീണരുടെ സൗകര്യങ്ങളും ഖുതുബ നിർവഹിക്കാനുള്ള മിമ്പറിന്റെയും ദൃശ്യങ്ങളാണിവ. ഈ ഗ്രാമങ്ങളിലെ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പള്ളികൾ നവീകരിക്കാൻ നമുക്ക് ഒരു ബാത്റൂം നിർമ്മിക്കാനുള്ള സാമ്പത്തിക ചിലവ് പോലുമില്ലെന്നത് അതിശയകരമാണ്. കോടിക്കണക്കിന് രൂപ വാർഷിക സമ്മേളന മാമാങ്കങ്ങൾക്കും വിവാഹ ധൂർത്തിനും ചിലവഴിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായം ഇത്തരം ഗ്രാമങ്ങളിലെ നേർക്കാഴ്ചകളിലേക്ക് വെളിച്ചം വീശണം. നേട്ടങ്ങൾ ആഗ്രഹിക്കാത്ത സേവനങ്ങൾ ഇവർക്കാവശ്യമുണ്ട്. നാം ഇപ്പോൾ കാണുന്ന കാഴ്ച ഉത്തരേന്ത്യൻ മുസ്ലിം ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചയാണ്. നാമൊക്കെ പലതവണ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന ഗ്രാമീണരുടെ ദൃശ്യങ്ങളാണ്. ശരിക്കൊന്ന് വിതരണം ചെയ്യാൻ പോലും ആകാത്തത്ര തിക്കും തിരക്കുമാണ് ഞങ്ങളെ കുഴക്കിയത്. ഇതൊരു അഭയാർത്ഥി ക്യാമ്പല്ല. എന്തിനാണ് ദുരിതാശ്വാസ പ്രവർത്തകർ ഹെലികോപ്റ്ററിൽ നിന്നും ഭക്ഷണപ്പൊതികൾ എറിഞ്ഞുകൊടുക്കുന്നതെന്ന് നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്. വസ്ത്രവിതരണത്തിന് സാധ്യമാകാതെ വന്നപ്പോൾ വസ്ത്രങ്ങൾ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞുകൊടുക്കാൻ വരെ ഞങ്ങൾ നിർബന്ധിതരായി. മലബാറിലെ മുസ്ലിങ്ങൾ ഷോപ്പിങ്ങിനായി മാളുകളിലെ പാർക്കിങ്ങും എയർ കണ്ടീഷനുകളെയും പറ്റി ചിന്തിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യമായ വസ്ത്രങ്ങൾക്ക്, അതും നാം ഉപയോഗിച്ച വസ്ത്രങ്ങൾക്കു വേണ്ടി അടിപിടി കൂടുന്ന ഉത്തരേന്ത്യൻ മുസൽമാന്റെ നിസ്സംഗമായ ദൈന്യത നാം കാണാതെ പോകരുത്. ഒരു ദിവസം ശരാശരി 20 രൂപ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുസ്ലിം പ്രതിനിധീകരണമാണ് ഈ ഗ്രാമജീവിതങ്ങൾ. ഈ കാഴ്ചകളെ നാം അവഗണിക്കരുത്. മിഴി തുറന്നു കാണാനും മനം തുറന്ന് സഹകരിക്കാനും മുമ്പോട്ട് വരണം. തണൽ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും സമുദായ സംഘടനകളും സ്ഥാപനങ്ങളും നടത്തുന്ന സേവനങ്ങൾ മാതൃകാപരമാണ്. ഇത്തരം സംരംഭങ്ങളുടെ തുടർച്ച അനിവാര്യമാണ്. പ്രായോഗിക വിചാരപ്പെടലുകൾ ഇനിയും വൈകരുത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിൽ എന്നും ബദ്ധശ്രദ്ധരായ ഇബ്രാഹിം എളേറ്റിൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കളുടെയും തണലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സമാന മനസ്കരുമായി സഹകരിച്ച് വിപുലമായ കാരുണ്യ പ്രവർത്തനങ്ങൾ ആലോചനകളിലുണ്ട്. ബൈത്തുറഹ്മയുടെയും CH സെന്ററിന്റെയും കാരുണ്യത്തിന് പ്രായോഗിക മുഖം നൽകിയ സുമനസ്സുകൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ
തീർത്തും അനിവാര്യമായ സാമുദായിക ദൗത്യത്തിന് കരുത്തു പകരാൻ കഴിയുമെന്നതിൽ സംശയമില്ല. അസ്ലം സ്കൂളിന്റെയും അൽമനാർ സ്കൂളിന്റെയും മാതൃകകൾ പിൻപറ്റി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഇവിടങ്ങളിലെ ഓത്തുപള്ളികൾ ഏറ്റെടുത്ത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പരിവർത്തിപ്പിക്കാനും വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കാനും വിവിധ പദ്ധതികളുടെ ആലോചനകൾ അവസാന ഘട്ടത്തിലാണ്. തീർത്തും അനിവാര്യമായ സാമൂഹിക മുന്നേറ്റത്തിന് പിന്തുണയും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.